നമസ്കാരം. ഇന്നു നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോകപ്രസിദ്ധമായ നദികളിൽ ഉൾപ്പെട്ട ഡാന്യൂബ് എന്ന നദിയാണ്. നദീതടങ്ങളിലാണ് മനുഷ്യ സംസ്കാരം രൂപം കൊണ്ടത്. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ 97% സമുദ്രങ്ങളിലാണ്. ശുദ്ധജലത്തിൻ്റെ ഏറിയ പങ്കും ഉത്തരാർദ്ധ ദക്ഷിണാർദ്ധ ഗോളങ്ങളിലാണ്. അത് മഞ്ഞുപാളികളുടെ രൂപത്തിലാണ്. അവയാകട്ടെ വർഷം മുഴുവൻ ഉറഞ്ഞു കിടക്കുന്നവയാണ്. ഭൂമിയിലെ മൊത്തം ജലത്തിൻ്റെ ഏകദേശം 0.025% മാത്രമേ നദികൾ ഉൾക്കൊള്ളുന്നുള്ളൂ. എന്നാൽ നമുക്കാവശ്യമായ വെള്ളത്തിൻ്റെ ഭൂരിഭാഗവും നമുക്ക് ലഭിക്കുന്നത് നദികളിൽ നിന്നാണ്. ഇത് നദികളുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന ഒരു വസ്തുതയാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഡാന്യൂബ് നദി യൂറോപ്പിലെ രണ്ടാമത്തെ വലിയ നദിയാണ്. യൂറോപ്യൻ യൂണിയൻ പ്രദേശത്തെ ഏറ്റവും വലുതും ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി 2850 കിലോമീറ്റർ ഒഴുകി കരിങ്കടലിൽ പതിക്കുന്നു. ജർമ്മനി, ഓസ്ട്രിയ, സ്ലോവാക്യ, ഹംഗറി, ക്രൊയേഷ്യ, സെർബിയ, ബൾഗേറിയ, റൊമാനിയ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ഡാന്യൂബ് നദി കടന്നു പോകുന്നു. ഡാന്യൂബ് എന്നാണ് ഈ നദിയുടെ പേരെങ്കിലും ഇത് കടന്നു പോകുന്ന രാജ്യങ്ങളിലുള്ള ആരും അതിനെ ആ പേര് വിളിക്കുന്നില്ല. അത് ഇംഗ്ലീഷിലുള്ള പേരാണ് എന്നതാണ് കാരണം. ജർമ്മനിയിൽ ഇത് ഡോണ ആണ്. ചെക്ക്, സ്ലോവാക്ക്, പോളണ്ട് എന്നിവിടങ്ങളിൽ ഈ നദി ഡുനാജ് ആണ്. അൽബേനിയക്കാർ ഇതിനെ ഡാന്യൂബി എന്നും ഹംഗറിക്കാർ ഡ്യൂണ എന്നും സ്ലോവേനിയക്കാർ ഡോണാവ എന്നും വിളിക്കുന്നു. ഹംഗറിയെയും സ്ലോവേനിയയെയും വേർതിരിക്കുന്നത് ഡാന്യൂബ് നദിയാണ്. ഇതിൻ്റെ തീരങ്ങൾ പല പ്രാചീന സംസ്കാരങ്ങൾക്ക് തെളിവാണ്. നവീന ശിലായുഗ കാലത്തുണ്ടായിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഡാന്യൂബ് നദീതീരത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ക്രൊയേഷ്യയിൽ നിന്നും കണ്ടെത്തിയ മനോഹരമായ കളിമൺ പാത്രങ്ങൾ BC 3-ാം നൂറ്റാണ്ടിലേതായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു ഡാന്യൂബിൻ്റെ നദീതീരങ്ങൾ. വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ് ഡാന്യൂബ് നദിയുടെ തീരങ്ങൾ. നദീതീരത്തുള്ള ലോകപ്രശസ്തമായ ഡാന്യൂബ് ബൈക്കുപാത ജർമ്മനിയിൽ നിന്നും തുടങ്ങി വിയന്ന വരെ നീളുന്നു. 1000-ലേറെ കിലോമീറ്റർ നീളമുള്ള ഈ പാത ലോകമെമ്പാടുമുള്ള ബൈക്ക് സഞ്ചാരികളുടെ, ബൈക്ക് സവാരിക്കാരുടെ ഇഷ്ടപ്പെട്ട വഴിയാണ്. ഇത് ലോകത്തിലെ പ്രസിദ്ധമായ യൂറോപ്പിലെ രണ്ടാമത്തെ വലിയ നദിയുമായ ഡാന്യൂബ് എന്ന നദിയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് ഇതിത്രമാത്രം. നന്ദി, നമസ്കാരം.